അപ്പൊ ഹോം ടാബ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നമ്മൾ ഇന്നലെ ബേസിക് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. സ്റ്റാറ്റസ് ബാറിനെ കുറിച്ചും, സ്കോർ ബാറിനെ കുറിച്ചും, ഓഫീസ് ബട്ടനെ കുറിച്ചും, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കുറിച്ചും, ടൈറ്റിൽ ബാറിനെ കുറിച്ചും ഓക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. യെസ്, ഇനി ഹോം ടാബിലേക്ക് പോവാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ്, ഫോൺ, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്. ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് മക്കളെ? ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്. അപ്പൊ എത്രണ്ണായി? 5 ഗ്രൂപ്പുകളാണ് ഹോം ടാബിൽ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ക്ലിപ്പ് ബോർഡ്, ഫോൺ, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ് കേട്ടോ. അപ്പൊ ഇതും ചോദിക്കും. അപ്പോ നമുക്കറിയാം ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ് അല്ലെ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇവിടെ കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോർമലി അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവുള്ളൂ? സേവും അണ്ടു റീഡും ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ഡിഫോൾട്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നോക്കിയാൽ നിങ്ങളെ ക്ലിപ്പ് ബോർഡിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിശദമായിട്ട് പഠിക്കണം. അതിൽ കട്ട് എന്താണ്, കോപ്പി എന്താണ്, ഫോർമാറ്റ് പെയിന്റർ എന്താണ്, പേസ്റ്റ് എന്താണ്, ഇതെടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ ഉണ്ട് അല്ലെ. പേസ്റ്റ് സ്പെഷ്യൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിശദമായിട്ട് പഠിക്കണം. ഫോണ്ട് എന്താണ്, ഫോണ്ട് സൈസ് എങ്ങനെയാണ്, പിന്നെന്താണ് യെസ് നമുക്ക് അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ക്ലിയർ ഫോർമാറ്റിംഗ് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, ചേഞ്ച് കേസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസും പിന്നെ ഈ പറയുന്ന ലോഞ്ചറിലുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. അങ്ങനെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. പാരാഗ്രാഫിലും അതുപോലെ തന്നെ വിശദമായി പഠിക്കാനുണ്ട്. സ്റ്റൈൽസ് കുറച്ചേ ഉള്ളൂ പഠിക്കാന്. ഫൈൻഡ് ആൻഡ് റീപ്ലേസിലും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 5 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് എന്താ? ഹോം എന്ന് പറയുന്നത് ആദ്യത്തെ ടാബാണ്. എന്താണ്? ഡിഫോൾട്ട് ടാബ് ആണ് അല്ലെ. നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും എടുത്തില്ലെങ്കിലും ഏത് ടാബ് ആണ് ഓപ്പൺ ചെയ്ത് വെക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫോൾട്ട് ടാബ് ആണ് അവിടെ ഓപ്പൺ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഡിഫോൾട്ട് ടാബ് ആണ് ഹോം ടാബ്. അതിനുള്ളിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ആണ് എന്ത്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? യെസ്, സെറ്റല്ലേ? യെസ്, ആദ്യത്തെ ടാബ് ആണിത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ് കേട്ടോ. ഓരോരോ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ക്ലിപ്പ് ബോർഡും ഫോണ്ടും ആണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. മാക്സിമം ഇന്ന് തന്നെ ഈ 2 ഗ്രൂപ്പുകളും തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇതാണ് അതിലുള്ള ഓപ്ഷൻസ്. ഇതെന്തിന്റെ ഓപ്ഷനായി? ഈ സിസേഴ്സിന്റെ ഓപ്ഷൻ, കത്രികയുടെ ഓപ്ഷൻ എന്താണ്? ഇത് കട്ട് ചെയ്യാനാണ്. ഇതെന്തിന്റെ ഓപ്ഷനാ? ഇത് കോപ്പി ചെയ്യാനാണ്. ഇതെന്തിന്റെ ഓപ്ഷനാ? ഈ ബ്രഷിന്റെ ഫോർമാറ്റ് പെയിന്റർ കേട്ടോ. എന്താണ്? ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി ഇത് പേസ്റ്റ് അല്ലെ. ഇത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്താണ്? ഫോർമാറ്റ് പെയിന്റർ, സോറി പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി അവിടെ വരും. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്താണ്, തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ലെറ്റ്സ് ഗോ. ഒന്ന് അതിലുള്ളത് കട്ട്. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലെ. യെസ്, ഒരിടത്തുനിന്ന് മുറിച്ചെടുത്ത് അവിടെ പിന്നെ ഇല്ല അല്ലെ, അവിടെ നിന്ന് കട്ട് ചെയ്ത് റിമൂവ്സ് ദി കറന്റ്ലി സെലക്ടഡ് ഐറ്റം ഫ്രം ദി ഡോക്യുമെന്റ് ആൻഡ് പ്ലേസസ് ഇറ്റ് ഓൺ ദി ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താൽക്കാലികമായിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ക്ലിപ്പ് ബോർഡ്. ഇപ്പൊ ഞാൻ Ctrl+C അടിച്ചു, എന്നിട്ട് Ctrl+V അടിക്കുന്നതിന് മുന്നേ ചെറിയൊരു സമയത്തേക്ക് ഒരു സ്പേസിലേക്ക് അതിനെ മാറ്റണ്ടേ അല്ലെ. Ctrl+C അടിച്ചു, Ctrl+V അടിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ സമയത്തേക്ക് അത് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ സേവ് ചെയ്ത് വെക്കണ്ടേ. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ കേസിൽ റാമിലേക്കാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന പോയിന്റും സാന്ദർഭികമായിട്ട് പറയുകയാണ്. റാമിലേക്കാണ് ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
അതായത് നിങ്ങൾ Ctrl+C അടിച്ചേ, എന്നിട്ട് Ctrl+V അടിക്കുന്നതിന് മുന്നേ കറണ്ട് പോയി, പിന്നെ കറണ്ട് വന്നിട്ട് Ctrl+V അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വരുമോ? ഇല്ല. പവർ സപ്ലൈ ഓൺ ആവുമ്പോൾ മാത്രം ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന റാമിലേക്കാണ് ഈ പറയുന്ന ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. റാമിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രമേ ക്ലിപ്പ് ബോർഡിൽ ഡാറ്റ സേവ്ഡ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ ഈ Ctrl+C അടിച്ചു കഴിഞ്ഞാലും Ctrl+X അടിച്ചു കഴിഞ്ഞാലും ഒക്കെ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് സേവ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനെയാണ് ക്ലിപ്പ് ബോർഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് റിമൂവ് ചെയ്യാണ്. എവിടെ നിന്നാണോ കട്ട് ചെയ്തത് അവിടെ നിന്ന് അത് പോയി അല്ലെ? അത് നിങ്ങൾക്കറിയാം. അതിനുള്ള ഷോർട്ട് കട്ട് കീയും നിങ്ങൾക്കറിയാം. എന്താണ്? Ctrl+X നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? Ctrl+X ആണ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ. ഒപ്പം തന്നെ ഈ ഒരു ഷോർട്ട് കട്ട് കീ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഷിഫ്റ്റ് ഡിലീറ്റ്. നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് നമ്മൾ സാധാരണ ഫയൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? Ctrl+X പകരം ഷിഫ്റ്റ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? നോക്കിയേ നിങ്ങളെ. ജസ്റ്റ് ഞാൻ ഓരോന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് എടുത്താണ്. ഓക്കെ, ഓക്കെ, ഇതെടുക്കാം. ഇത് ഞാൻ ഓഫേഴ്സ് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടിടണം കേട്ടോ. അതായത് ഈ ഓഫേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ പ്ലേസ് ചെയ്യണം. യെസ്, നമ്മളെല്ലാരും Ctrl+X ആണ് യൂസ് ചെയ്യല്ലേ? Ctrl+X അടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയി കഴ്സർ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യാം. താഴെ വന്നത് അല്ലേ? യെസ്, ഇനി വേണമെങ്കിൽ സൈസ് കുറച്ച് ചെറുതാക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സെലക്ട് ആയില്ലേ? ഓക്കെ, ഒന്നുമില്ല. എനിക്കിവിടെ വീഡിയോ എന്ന് പറയുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കട്ടടിച്ച് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, യെസ്, കട്ടടിച്ചിട്ട് ഈ CBSE സ്റ്റുഡൻസിന്റെ അപ്പുറം ഞാൻ ബി അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് റിമൂവ് ചെയ്തു അല്ലെ? യെസ്, അവിടെ പിന്നെ ഇല്ല. റിമൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കാൻ വേണ്ടി നമ്മളൊക്കെ നോർമലി Ctrl+X ആണ് യൂസ് ചെയ്യാറുള്ളത്. ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചാലും വർക്ക് ചെയ്യും എന്നുള്ളത് എത്ര പേർക്ക് അറിയായിരുന്നു? നമുക്ക് നോക്കി നോക്കാം. ഷിഫ്റ്റ് ഡിലീറ്റ് ആണ്. യെസ്, ഇവിടെ ഞാൻ പ്രാക്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. Shift+Delete അടിച്ചു, അവിടെ നിന്ന് പോയി. എന്നിട്ട് ഞാൻ ഇവിടെ വീഡിയോന്റെ ഇപ്പുറത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? Shift+Delete അടിച്ച സാധനം ഞാൻ എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+V അടിക്കുന്നു. കണ്ടോ? പ്രാക്ടീസ് അവിടെ വന്നത് കണ്ടോ? അത് ഞാൻ Ctrl+X ആണോ അടിച്ചത്, Shift+Delete ആണോ അടിച്ചത് എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക കേട്ടോ. ഞാൻ Shift+Delete ആണ് അടിച്ചത് കേട്ടോ. എക്സസൈസ് നോക്കിയേ, ഞാൻ സെലക്ട് ചെയ്തു, ഞാൻ ഷിഫ്റ്റ് അമർത്തി, ഡിലീറ്റ് അമർത്തി. ഓക്കെ, അതവിടെ നിന്ന് പോയി. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് യെസ് Ctrl+V അടിച്ചു കേട്ടോ. Ctrl+V അടിച്ചു കഴിഞ്ഞാലേ അത് വരുന്നുണ്ട് കേട്ടോ. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ Shift+Delete കൂടെ ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. Ctrl+X പകരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. Ctrl+X പകരം Shift+Delete കൂടെ യൂസ് ചെയ്യാം. നോർമലി Shift+Delete എന്തിനാണ്? നമ്മുടെ ഈ വേർഡിന്റെ കാര്യമാണ് പറയുന്നത്. നോർമലി Shift+Delete എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് അല്ലെ, ഒരു ഫയലൊക്കെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Shift+Delete യൂസ് ചെയ്യാറുള്ളത്. Ctrl+X പകരമായിട്ടും Shift+Delete യൂസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം കേട്ടോ. റിമൂവിംഗ് ആണ് ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ PSC, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. റിമൂവ് ദി കറന്റ്ലി സെലക്ടഡ് ഐറ്റം ഫ്രം ദി ഡോക്യുമെന്റ് ആൻഡ് പ്ലേസസ് ഇറ്റ് ഓൺ ദി ക്ലിപ്പ് ബോർഡ് അല്ലെ? ക്ലിപ്പ് ബോർഡിലെ ആക്കുള്ളൂ. പിന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ വരും. ഇനി കോപ്പി ആണെങ്കിലോ? യെസ്, ഇത് റിമൂവ് ആണെങ്കിൽ കോപ്പി എന്ന് പറയുന്നത് കോപ്പീസ് ദി കറന്റ്ലി സെലക്ടഡ് ഐറ്റം ടു ദി ക്ലിപ്പ് ബോർഡ് അല്ലെ? വൈ ലീവിംഗ് ഇൻ ദി കറന്റ് ഡോക്യുമെന്റ് ഓൾസോ. ഓക്കെ, നമ്മള് ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റ് മിനിമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെയും നമുക്ക് അത് എന്ത് ചെയ്യാം? ക്ലിപ്പ് ബോർഡിൽ കൊണ്ടുവെക്കാം. അപ്പൊ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്നാവുമ്പോ റിമൂവ് ചെയ്യും, ഒന്നാവുമ്പോ കോപ്പി ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അതിന്റെ ഷോർട്ട് കട്ട് Ctrl+C ആണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ Ctrl+C ആണ്. കട്ടിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+X കൊണ്ട് Shift+Delete കൊണ്ട്. കോപ്പി ചെയ്താലും കട്ട് ചെയ്താലും അത് എങ്ങോട്ടേക്കാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിപ്പ് ബോർഡിലേക്ക്. ക്ലിപ്പ് ബോർഡിലെ ഡാറ്റ ഫിസിക്കലി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാമിൽ. ക്ലിപ്പ് ബോർഡിലെ ഡാറ്റ ഫിസിക്കലി എവിടെ സ്റ്റോർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് റാമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ.
യെസ്, കൺസെപ്ച്വലി അത് ക്ലിപ്പ് ബോർഡിലാണ്, പക്ഷെ ഫിസിക്കലി അത് സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ഇതിൽ പാകം ഇത് മാത്രമല്ലേ പഠിക്കാനുള്ളൂ, ബാക്കിയൊക്കെ അറിയുന്നല്ലേ? യെസ്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ പേസ്റ്റ്, ഇതിന്റെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. നമ്മൾ ഓരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടും പഠിച്ചു, കോപ്പിയും പഠിച്ചു, ഇനി പേസ്റ്റ് കേട്ടോ. ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഇനി പേസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കൺട്രോൾ പി എന്നുള്ളതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് കീ. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നല്ലേ കൺട്രോൾ വി. ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ കൂടി ഉണ്ട് അത്ര മക്കളെ. ഓക്കെ, യെസ്, അതായത് ഞാൻ ലെസൺ ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ലെസൺ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ്, എന്നെ വിശ്വസിക്കുക, ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിച്ചു. ഓക്കെ, എന്നിട്ട് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. യെസ്, ഇന്ററാക്റ്റീവ് ലെസൺസ് അവിടെ വന്നു കണ്ടോ. അപ്പൊ പേസ്റ്റിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ടും കട്ടിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റും യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ. അറിയുന്നവരുണ്ടാവും, കുറെ പേർക്ക് പുതിയ കാര്യമാണ്, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് കേട്ടോ. ഷിഫ്റ്റ് പ്ലസ് ഇൻസേർട്ട് അടിച്ചു കഴിഞ്ഞാല് യെസ് എന്താണ്, അവിടെ നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പേസ്റ്റഡ് കണ്ടന്റ്സ് ഇൻ ദ ക്ലിപ്പ് ബോർഡ് ഇൻ ദി കഴ്സർ കറന്റ് ലൊക്കേഷൻ. കഴ്സർ എവിടെയാണോ ഉള്ളത് ആ കറന്റ് ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും അത് ക്ലിപ്പ് ബോർഡിലേക്ക് മാറുമെന്നും ക്ലിപ്പ് ബോർഡിലുള്ള ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ വി ഓർ ഷിഫ്റ്റ് ഇൻസേർട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യവും ഇപ്പൊ നമ്മൾ പഠിച്ചു. പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എവിടെ? യെസ്, നോക്കിയേ നിങ്ങൾ ഇവിടെ കണ്ടോ. നമ്മളിപ്പോ ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേസ്റ്റ് സ്പെഷ്യൽ ഇതെന്താ സംഭവം? ആദ്യം നമുക്ക് അതിന്റെ തിയറി വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. പേസ്റ്റ് സ്പെഷ്യൽ ഈസ് യൂസ് ടു മെയിൻറ്റെയിൻ ദി ഒറിജിനൽ ഫോർമാറ്റിംഗ്. Paste special is feature give to more control how the content is displayed or function when the pasted from the clipboard. കട്ട് ചെയ്തു, ഇവിടെ ശ്രദ്ധിക്കേ, കട്ട് ചെയ്തു അല്ലെങ്കിൽ കോപ്പി ചെയ്തു. ഇപ്പൊ എവിടെ ഉണ്ട് താക്കോൽ? ഇപ്പോ എവിടെ ഉണ്ട്? അത് ക്ലിപ്പ് ബോർഡിലുണ്ട് അല്ലെ. കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ആയ കാര്യം എവിടെ ഉണ്ട്? ക്ലിപ്പ് ബോർഡിലുണ്ട്. അവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പേസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പേസ്റ്റ് സ്പെഷ്യൽ. നോർമൽ പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാല് നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏത് ഫോർമാറ്റിൽ പേസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, നിങ്ങളെ പേസ്റ്റ് സ്പെഷ്യൽ ഈസ് എ ഫീച്ചർ ഗിവ്സ് മോർ കൺട്രോൾ ഹൗ ദി കണ്ടന്റ് ഈസ് ഡിസ്പ്ലേഡ്. എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെ പേസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ തിയറി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് നോക്കിയേ നിങ്ങള്. യെസ്, ഇത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, കുറച്ചൊരു റെഡ് കളറും കുറച്ചൊരു വലിപ്പമൊക്കെ കൂട്ടി. ഓക്കെ, ഇത്തിരി വലിപ്പം കൂട്ടി. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തു? കോപ്പി ചെയ്തു. ഓക്കെ, കൺട്രോൾ സിയോ, കോപ്പി ചെയ്യാൻ വേണ്ടി കൺട്രോൾ സി തന്നെ, കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺട്രോൾ എക്സോ ഷിഫ്റ്റ് ഡിലീറ്റോ എനിക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇത് തൽക്കാലം കോപ്പി ചെയ്തു, അതിന്റെ കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. നോർമലി കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഞാൻ എടുക്കുന്നത് ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ ആണെങ്കിൽ നോക്കിയേ നിങ്ങളെ. യെസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് രൂപത്തിലാണോ, ഫോർമാറ്റഡ് ടെക്സ്റ്റിന്റെ രൂപത്തിലാണോ, അൺഫോർമാറ്റഡ് ടെക്സ്റ്റിന്റെ രൂപത്തിലാണോ, പിക്ചർ രൂപത്തിലാണോ, ഏത് രൂപത്തിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാം. ഓപ്ഷൻസ് ഉണ്ട്. അതാണ് പേസ്റ്റ് സ്പെഷ്യലിന്റെ പ്രത്യേകത. ഞാൻ ഇവിടെ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ അത് പേസ്റ്റ് ചെയ്തു. കണ്ടോ നിങ്ങൾ? ഇവിടെ ചുവപ്പ് കളർ അല്ലേ ഞാൻ കോപ്പി ചെയ്തത്. ഞാൻ പേസ്റ്റ് ചെയ്ത് നോക്കിയേ, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? കോപ്പി ചെയ്ത് പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താണോ കോപ്പി ചെയ്യുന്നത് അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യണം. എന്നാൽ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ആണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്ഷൻസിന്റെ അൺഫോർമാറ്റ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റും ഇല്ലാത്ത രൂപത്തിൽ ചെയ്യണോ,
അല്ലെങ്കിൽ ഫോർമാറ്റ് ഉള്ള രൂപത്തിൽ ചെയ്യണോ, പിക്ചർ ആയിട്ട് ചെയ്യണോ, HTML ഫോർമാറ്റിൽ ചെയ്യണോ, യൂണിക്കോഡ് ആയിട്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരും. നമുക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് ഒരു എക്സ്ട്രാ കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് സ്പെഷ്യൽ. ക്ലിയർ അല്ലേ? ഇത് തിയറി വായിച്ചു നോക്കിയാൽ മനസ്സിലാവോ? യെസ്, ചിലപ്പോ മനസ്സിലാവും, ചിലപ്പോ ചെയ്ത് പണ്ടത്തെ മനസ്സിലാവും, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലെ അപ്പു പറഞ്ഞ പോലെ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയി എന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അടുത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട്. ഡയലോഗ് ബോക്സ് എങ്ങനെ സെലക്ട് ചെയ്തു? ഇതാ ഡയലോഗ് ബോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ കൺട്രോൾ ആൾട്ട് വി അടിച്ചാൽ മതി കേട്ടോ. ആൾട്ട് കൺട്രോൾ വി അടിച്ചാൽ മതി കേട്ടോ. ആൾട്ട് കൺട്രോൾ വി അടിക്കാം. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ. ഇതാ ഞാൻ ഇവിടെ കോപ്പി ചെയ്തു. എന്താണ്? കൺട്രോൾ സി അടിച്ചേ. യെസ്, എന്നിട്ട് ആൾട്ട് കൺട്രോൾ വി അടിക്കുമ്പോ കണ്ടോ ഇത് വന്നു, ഡയലോഗ് ബോക്സ് വന്നു. ആൾട്ട് കൺട്രോൾ വി അടിക്കുമ്പോ ഡയലോഗ് ബോക്സ് വന്നു. എന്നിട്ട് നമ്മൾ കേഴ്സർ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഏത് രൂപത്തിലാണ് വേണ്ടത്, പിക്ചർ ആയിട്ട് വെക്കുന്ന സമയത്ത് യെസ്, ഇതൊരു പിക്ചർ ആയിട്ടാണുള്ളത്, ഇതൊരു ഇമേജ് ആയിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് വന്നു. മനസ്സിലായോ? അല്ലാതെ ഒരു ചിത്രമായിട്ടല്ല. യെസ്, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പിക്ചറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടോ, പിക്ചർ സെലക്ട് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് വന്നു. ഇനി ആ അതിന് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. അങ്ങനെ പിക്ചർ രൂപത്തിലാക്കി. മനസ്സിലായോ? യെസ്, അപ്പോ പേസ്റ്റ് ചെയ്യുന്നതിന് ഏത് ഫോർമാറ്റ് വേണമെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് സ്പെഷ്യൽ. ഇനി ഇത് തെറ്റരുത് കേട്ടോ, ഇതിന് തെറ്റരുത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ ഓപ്ഷൻ ആണ് ഉള്ളത് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അപ്പൊ എന്താണ് മനസ്സിലായില്ലേ? പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ യൂസ് ടു മെയിൻറ്റെയിൻ ദി ഒറിജിനൽ ഫോർമാറ്റിംഗ്. ഒറിജിനൽ ഫോർമാറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പേസ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ ഗിവ്സ് മോർ കൺട്രോൾ ഹൗ ദി കണ്ടന്റ് ഈസ് ഡിസ്പ്ലേഡ് ഓർ ഫംഗ്ഷൻ വെൻ ദ പോസ്റ്റഡ് ഫ്രം ദി ക്ലിപ്ബോർഡ്. ക്ലിപ്ബോർഡിൽ നിന്ന് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് തീരുമാനിക്കാനാണ്. പ്രൊവൈഡ് സ്പെഷ്യൽ ഫോർമാറ്റിംഗ് ഓർ കാൽക്കുലേഷൻ വെൻ പേസ്റ്റിംഗ് കണ്ടന്റ് ഇൻ ടു എ ഡോക്യുമെന്റ്. എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. പേസ്റ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലിതാ ഇന്ന ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് എഴുതിയെടുത്താൽ നന്നായിരിക്കും കേട്ടോ. യെസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്, ഫോർമാറ്റഡ് ടെക്സ്റ്റ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്, പിക്ചർ, അതിൽ തന്നെ വിൻഡോസ് മെറ്റാ ഫയല്, പിക്ചർ എൻഹാൻസ്ഡ് മെറ്റാ ഫയൽ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. പിക്ചർ രൂപത്തിൽ തന്നെ HTML ഫോർമാറ്റിലെ അൺഫോർമാറ്റഡ് യൂണിക്കോഡ് ടെക്സ്റ്റ്, ഇതൊക്കെയാണ് അവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. പേസ്റ്റ് സ്പെഷ്യൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ചെയ്യുന്നതിലുള്ള ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേസ്റ്റഡ് കണ്ടന്റുകൾക്ക് കുറച്ചും കൂടി കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലൊക്കെ പഠിച്ച് വെക്കാം. സെറ്റ്. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അത് പഠിച്ച് ഇതിന്റെ ഷോർട്ട് കട്ട് കീ ഒക്കെ നോക്കണേ. ഇതും ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ച ചോദ്യമാണ്. യെസ്, HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുമ്പോൾ നമുക്ക് ഇമേജ് പോലെ വരിക. പിന്നെ അതിനൊരു ടാഗിന്റെ കൺട്രോൾ കിട്ടും. നമ്മളത് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് നമുക്ക് സേവ് ചെയ്തിട്ട് HTML-ലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മള് കൺട്രോൾ C അടിച്ചിട്ട് പേസ്റ്റ് സ്പെഷ്യൽ അടിച്ചിട്ട് HTML ഫോർമാറ്റിലേക്ക് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, നിങ്ങൾ അവിടെ എഴുതി വന്നില്ലേ? യെസ്, ഓക്കെ. അതിന്റെ പാത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, അതിന്റെ പാത്തൊക്കെ സെറ്റ് ചെയ്യാം. ആ കണ്ടന്റ് നമുക്ക് വേറെ ഏതെങ്കിലും HTML പേജിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതൊരു HTML ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാഗ് ലൈൻ രൂപത്തിലല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാഗ് വെബ് പേജിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. കൺട്രോൾ ആൾട്ട് കൺട്രോൾ V ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്ന പോയിന്റും എന്ത് ചെയ്യാം, പുറത്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഏത്, ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫോർമാറ്റ് പെയിന്റർ. ഇത് എവിടെയാ ഓപ്ഷൻ കിടക്കുന്നത്? നിങ്ങൾ നോക്കിയേ, ക്ലിപ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ, യെസ്, ക്ലിപ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? യെസ്, ഫോർമാറ്റ് പെയിന്റർ. ഇതെന്താ സംഭവം? യെസ്, ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മനസ്സിലാക്കി പഠിക്കണേ.
ഫോർമാറ്റ് പെയിന്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫോർമാറ്റ് പെയിന്റർ അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ ഷിഫ്റ്റ് സി. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് സി. പിന്നെ അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ ഷോർട്ട് കട്ടുകള് ഇന്നു മുതൽ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഇവിടെ നമ്മളെ പേസ്റ്റ് സ്പെഷ്യലിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? ആൾട്ട് കൺട്രോൾ വി ആയിരുന്നു കേട്ടോ. പേസ്റ്റ് സ്പെഷ്യലിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? ആൾട്ട് കൺട്രോൾ വി ആണ്. ഇവിടെ നമ്മൾ ഫോർമാറ്റ് പെയിന്ററിന് വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സിയും കൺട്രോൾ ഷിഫ്റ്റ് വിയുമാണ് യൂസ് ചെയ്യുന്നത്. കോപ്പീസ് ദ ഫോർമാറ്റിംഗ് ഓഫ് ദി കറന്റ്ലി സെലക്ടഡ് ഐറ്റം ടു ദി നെക്സ്റ്റ് സെലക്ടഡ് ഐറ്റം. If you want to format multiple areas, simply double click on the format painter tool. Stop format painter, press escape key or click on the format painter again. It looks like a paintbrush. ഇത്രയും പറഞ്ഞാൽ തന്നെ ഇത് ഐഡിയ ഉള്ള ആളുകൾക്ക് മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഇത് പഠിക്കണമെങ്കിൽ കാര്യങ്ങൾ കണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ഇതാ ഞാൻ ഇതിന്റെ ഫോണ്ട് കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇത് കണ്ടോ നിങ്ങള്? ഇത്രയും ഭാഗത്തിന്റെ ഫോണ്ട് ഞാനിപ്പോ കൂട്ടി. അതായത് വലിപ്പം നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, 22 ആക്കി ഫോണ്ട് സൈസ്. ഓക്കെ, 22 കണ്ടോ നിങ്ങളെ? 22 ആക്കി അതിന്റെ ഫോണ്ട് സൈസ് റെഡ് കളറിലാണ് കിടക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്തായിരുന്നു ഷോർട്ട് കട്ട് കീ? എന്തായിരുന്നു? കൺട്രോൾ ഷിഫ്റ്റ് സി അടിച്ചു. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ട് കണ്ടോ, എന്റെ കേഴ്സറിന്റെ മുകളിലെ ഒരു പെയിന്റിന്റെ സിമ്പൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു ബ്രഷിന്റെ സിമ്പൽ കാണുന്നുണ്ടോ? കണ്ടോ? ബ്രഷിന്റെ സിമ്പൽ കാണുന്നുണ്ടോ? ചെറുതായിട്ട് സൂമാക്കി കഴിഞ്ഞാല് കുറച്ചും കൂടി വലുതാവോ? കാണുന്നുണ്ടോ? കാണുന്നില്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചോ, അതായത് ഞാൻ കോപ്പി ചെയ്ത ഫോർമാറ്റ് എവിടെയാണ്? ഇതാ ഇവിടെയാണ്. ഇതാണ് ഞാൻ കോപ്പി ചെയ്ത ഫോർമാറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പ്രാക്ടീസ് വീഡിയോനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോർമാറ്റ് ആണോ ഞാൻ കോപ്പി ചെയ്തത് ആ ഫോർമാറ്റ് അവിടെ എന്തായി? പേസ്റ്റ് ആയത് കണ്ടോ നിങ്ങള്? മനസ്സിലായോ? യെസ്. ചിലർക്ക് പേസ്റ്റ് സ്പെഷ്യലും ഫോർമാറ്റ് പെയിന്ററും തമ്മിൽ മാറിപ്പോകാറുണ്ട്. അത് തമ്മിൽ ഒരു ബന്ധമില്ല. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഫോർമാറ്റഡ് വേണോ അൺഫോർമാറ്റഡ് വേണോ പിക്ചർ വേണോ എന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പേസ്റ്റിന് കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് സ്പെഷ്യൽ. എങ്കിൽ ഒരു ഫോർമാറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് ഫോർമാറ്റ് പെയിന്റർ. ഒന്നുകൂടി ഇതാക്കണോ? നല്ല രസമല്ലേ ഇത് ചെയ്തു നോക്കാൻ, അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പച്ചവെള്ളത്തിന്റെ പച്ച കളർ എടുക്കാം. പച്ച കളറ്. എന്നിട്ട് ഇതിന്റെ സൈസ് എന്താണ്? ഇത് കുഞ്ഞ് സൈസ് ആക്കി. ഓക്കെ, യെസ്. ഇങ്ങനെയുള്ള ഒരു സംഭവം, ഈ ഒരു സംഭവം എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്തു? കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഫോർമാറ്റ് പെയിന്റർ അടിച്ചു കഴിഞ്ഞാല് ബ്രഷായി. ബ്രഷ് കണ്ടോ? യെസ്. എന്നിട്ട് ഇവിടെ അത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാൻ സെലക്ട് ചെയ്ത കോപ്പി ചെയ്ത ഫോർമാറ്റ് എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ ആയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതാണ് ഫോർമാറ്റ് പെയിന്റർ. ഇവിടെ ഫോർമാറ്റ് ആണ് പേസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ആ ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ എന്താണോ പേസ്റ്റ് ചെയ്യുന്നത് അതിന്റെ കൺട്രോളും മെയിന്റനൻസും ആണ് പേസ്റ്റ് സ്പെഷ്യലിൽ വരുന്നത്. കേട്ടോ? ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അതൊന്നും കൂടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആവും. അതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ഉണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് സിയും കൺട്രോൾ ഷിഫ്റ്റ് വിയും. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. കോപ്പീസ് ദി ഫോർമാറ്റിംഗ് ഓഫ് ദി കറന്റ്ലി സെലക്ടഡ്. എന്താണോ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ ഫോർമാറ്റ് ഐറ്റം ടു അപ്ലൈ ദി നെക്സ്റ്റ് സെലക്ടഡ്. ഓക്കെ, യെസ്. നമ്മളെ സെലക്ട് ചെയ്തതിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നു. ഇഫ് യു വാണ്ട് ടു ഫോർമാറ്റ് മൾട്ടിപ്പിൾ ഏരിയാസ് സിംപ്ലി ഡബിൾ ക്ലിക്ക് ഓൺ ദി ഫോർമാറ്റ് പെയിന്റർ. ഓക്കെ, യെസ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി നമ്മളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഫോർമാറ്റ് പെയിന്റർ എടുത്തു. യെസ്. ഇപ്പൊ ഇതെന്താണ്? യെസ്. ഇപ്പൊ കണ്ടില്ലേ? ഈ ബ്രഷിന്റെ സിമ്പിൾ കണ്ടില്ലേ? ഫോർമാറ്റ് പെയിന്റർ കണ്ടില്ലേ? എസ്കേപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ അത് എന്താവും? അത് പോവും. കണ്ടോ? ഒന്നുകൂടി കാണിച്ചു തരാം. യെസ്. ഇതാ ഇപ്പൊ ഞാൻ ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എസ്കേപ്പ് കീ അടിച്ചു കഴിഞ്ഞാൽ ബ്രഷിന്റെ സിമ്പിൾ ഉണ്ട്, പെയിന്റ് ബ്രഷിന്റെ സിമ്പിൾ ഉണ്ട്. എസ്കേപ്പ് കീ ഞാൻ അമർത്താണ്. എന്നെ വിശ്വസിക്കുക, ഞാൻ എസ്കേപ്പ് അമർത്തുന്നത് വേറെ ഒന്നുമല്ല. എസ്കേപ്പ് കീ അമർത്തി കഴിഞ്ഞാൽ എന്തായി? ആ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. അതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ ഷിഫ്റ്റ് സിയും കൺട്രോൾ ഷിഫ്റ്റ് വിയും. സെറ്റ്. പക്ക. ക്ലിയർ.
അപ്പൊ പെയിന്റ് ബ്രഷ് പഠിച്ചു വെക്കണേ, എസ്കേപ്പ് കീ പഠിച്ചു വെക്കണേ, എന്താണ് പെയിന്റ് ബ്രഷ് എന്ന് പഠിച്ചു വെക്കണേ, സോറി ഫോർമാറ്റ് പെയിന്റർ എന്ന് പഠിച്ചു വെക്കണേ. യെസ്, അതിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണേ. അതിന്റെ ഷോർട്ട് കട്ട് കീ എന്താണെന്നുള്ളത് പഠിക്കണേ. പേസ്റ്റ് സ്പെഷ്യലും ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ള കാര്യവും പഠിക്കണേ. ഓക്കെ, യെസ്. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഫൈൻ. ഓക്കെ, എന്നാ പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഏതാണ്? ഫോർമാറ്റ് പെയിന്റർ കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാണ്, ഫോണ്ട് ഗ്രൂപ്പിലേക്ക് പോവാണ് കേട്ടോ. ഫോണ്ട് ഗ്രൂപ്പിലേക്ക് പോവാണ്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവും ഇന്നത്തെ ക്ലാസ് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായി പഠിച്ച് അങ്ങനെ പോവാട്ടോ. ഈ മാറിപ്പോവാന്ന് പറയാറില്ലേ ചിലര്, പഠിച്ചത് മാറിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും അവിയൽ രൂപത്തിലായി. വേർഡൊക്കെ കുറെ പഠിക്കുന്ന സമയത്ത് ചിലർ പറയുന്നതാണ് അവിയൽ രൂപത്തിലായി, കിളി പോയി. യെസ്, അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ കിളി പോകുന്നതും അവിയൽ ഉണ്ടാക്കുന്നതും എന്താണ്, മറന്നു പോകുന്നതും മാറിപ്പോകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നല്ലോണം പഠിക്കാത്തോണ്ടാണ് കേട്ടോ. നല്ല രീതിയിൽ പഠിക്കാത്തോണ്ടാണ്. അഡ്ജസ്റ്റ്മെന്റ് പഠനമില്ല. കാര്യങ്ങൾ ഇൻ ഡെപ്തിൽ മനസ്സിലാക്കുക, നന്നായി റിവിഷൻ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇതില് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഓക്കെ, യെസ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഒക്ടോബർ നവംബർ ഡിസംബറിലാണ്. ഇപ്പൊ പഠിച്ചത് അപ്പോഴത്തേക്ക് മറന്നു പോകും. നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ മറന്നു പോകും. അപ്പൊ ഹൈക്കോർട്ട് ആകുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് റിവിഷൻ തീരും നമ്മുടെ. അതിനുശേഷം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് പിന്നെയും നമ്മൾ എടുക്കും. ഫുള്ളായിട്ട് ലൈവ് എടുത്തില്ലെങ്കിലും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പൊ അതിന്റെ ഇടയിൽ ആ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒന്ന് വിളിക്കണേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതും കൂടെ വന്നു കഴിഞ്ഞാല് 2025 ഫുൾ പവർ ആയിരുന്നു അല്ലെ. അതും കൂടെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ വിളിച്ച പരീക്ഷകൾക്ക് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റേത് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുക. യെസ്, എപ്പോഴും നമ്മൾ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഗ്രൂപ്പ്. ഇതാണ്. നോക്കിയേ നിങ്ങൾ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? യെസ്, മുകളിൽ ആദ്യം ഞാനിതൊന്ന് ഇത് നമുക്ക് സ്ലൈഡ് ഷോ തന്നെ ഇടാം. ഇതാ ഇവിടെ ഫോണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് കാലിബ്രി ആണ് ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ഫോണ്ട് സൈസ് ആണ്, അത് 11 ആണ് ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതാ ബൈ ഡിഫോൾട്ട് ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഡിഫോൾട്ട് ഉള്ളത് കാലിബ്രി ആണ് ഫോണ്ട്. യെസ്, പിന്നെ 11 ആണ് സൈസ് ബൈ ഡിഫോൾട്ട്. ഇത് ടൈപ്പ് ആണ്, ഇത് ഫോണ്ട് ടൈപ്പ് ആണ് ബൈ ഡിഫോൾട്ട് കാലിബ്രി. ഓക്കെ, യെസ്. ഇനി സൈസ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കിയേ നിങ്ങളെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്രീസ് ദി ഫോണ്ട് സൈസ്. ഓക്കെ, ഫോണ്ട് സൈസ് കളർ മാറ്റണോ? യെസ്, നമ്മൾ തീരുമാനിച്ചായിരുന്നു അല്ലേ കളർ മാറ്റാൻ. ഓക്കെ, യെസ്. അപ്പോ ഫോണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ നോക്കണേ, Ctrl+Shift+F. ഫോണ്ട് സൈസ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണേ, Ctrl+Shift+P. ഇത് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഇൻക്രീസ് സൈസ് ആണ്. ഇത് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ, ചെയ്ത് കാണിക്കാം. യെസ്, Ctrl+Shift റൈറ്റ് ആരോ മാർക്ക്, Ctrl+Shift ഈ പറയുന്ന പോലെ റൈറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, രണ്ടും ഉണ്ട് ഇൻക്രീസ് സൈസിന്. ഇത് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക, താഴേക്കാണ്, ഇത് മുകളിലേക്കാണ് കേട്ടോ. ഇത് ഡിക്രീസ് സൈസ് ആണ്. ഇത് Ctrl+Shift ലെഫ്റ്റ് ആരോ മാർക്ക് അല്ലെങ്കിൽ കൺട്രോൾ. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. എല്ലാം PS ചോദിച്ച ചോദ്യമാണ്. കൃത്യമായി പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. ഇനി ക്ലിയർ ഫോർമാറ്റിംഗ് ഫ്രം ദി സെലക്ടഡ് ഐറ്റം. നമ്മൾ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് കൊടുത്തു, കളറും സൈസും ഇതെല്ലാം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തു, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ബോൾഡ് ആക്കാൻ വേണ്ടി Ctrl+B, ഇറ്റാലിക് ആക്കാൻ വേണ്ടി Ctrl+I, അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് Ctrl+U. ഇതൊക്കെ അതെ, ഗ്രോ ഓർ സ്ട്രിംഗ് എന്നും വിളിക്കും ഇതിനെ കേട്ടോ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോ എന്ന് വിളിക്കും. ഇതിനെ സ്ട്രിംഗ് എന്ന് വിളിക്കും കേട്ടോ. സൈസ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്രോയിങ്. ഓക്കെ, യെസ്, ഇതാണ്. അതായത് ഇൻക്രീസ് സൈസ്, ഡിക്രീസ് സൈസ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദീപിക എന്താ ഉദ്ദേശം? ഗ്രോ ഫോണ്ട് അല്ല സാർ. ഓക്കെ,
ഫോണ്ട് മാറ്റാനല്ല, ഫോണ്ടിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും. ഗ്രോയിങ് ദി ഫോണ്ട്, ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിങ് ദി ഫോണ്ട്, ചുരുക്കുക കേട്ടോ. യെസ്, ചെയ്ത് കാണിക്കാം. ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണിക്കാം. എന്നെ വിശ്വസിക്കുക. ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ മാർക്ക് ആണ് അടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുക. എന്നിട്ട് അത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഏതെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ക്ലിയർ ഫോർമാറ്റിങ്ങിനെ കൺട്രോൾ സ്പേസ് ബാർ അല്ലെ, അത് നമ്മൾ അതിനകത്ത് കണ്ടില്ല. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. എന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ഉണ്ടോ നോക്കട്ടെ. ക്ലിയർ ഫോർമാറ്റിങ്ങിന് ഉണ്ടാവും അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിയാലോ. പ്രാക്ടിക്കലി ഒന്ന് നോക്കിയാലോ. ഇത് എഴുതിയെടുത്തോ നിങ്ങൾ. കൺട്രോൾ സ്പേസ് ബാർ നമുക്ക് ആദ്യം നോക്കാം. എന്നാല് ഓക്കെ. യെസ്, ഇപ്പൊ ഇത് ഫോർമാറ്റ് ഉണ്ടല്ലോ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അടിച്ചു. യെസ്, വെരി ഗുഡ്. അതെന്തായി? അതിന്റെ എല്ലാ ഫോർമാറ്റുകളും മാറിയിട്ട് നോക്കിയേ നിങ്ങളെ. മുകളിൽ ശ്രദ്ധിച്ചോ നിങ്ങളെ. ഇവിടെ കാലിബ്രി ആണ്, ഇതിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇവിടെ ഞാൻ 9 സെലക്ട് ചെയ്തു കേട്ടോ. കാലിബ്രി 9. ഇവിടെ കളർ കണ്ടോ, ഗ്രീൻ ആണ്. അങ്ങനെ കുറെ ഫോർമാറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാറ്റിയിട്ടുണ്ട്. മുകളിൽ നോക്കിയേ, ഫോണ്ട് ബോക്സ് കണ്ടോ, ഫോണ്ട് ഗ്രൂപ്പ് കണ്ടോ. ഫോണ്ട് ഗ്രൂപ്പിൽ കണ്ടോ കാലിബ്രി എന്നുള്ളതും കൂടെ മാറ്റാൻ, വെറുതെ ടൈംസ് ന്യൂ റോമനോ ഇതൊക്കെ ആക്കാം. ഓക്കെ. യെസ്, അപ്പൊ ടൈപ്പ് മാറി, സൈസ് മാറി, കളർ മാറി, അങ്ങനെ ഒരു രൂപമാണുള്ളത്. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ഞാൻ അമർത്തുന്നേ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ നോക്കിയേ, ഡിഫോൾട്ട് ഫോണ്ട് കാലിബ്രി, ഡിഫോൾട്ട് സൈസ് 11, ഡിഫോൾട്ട് കളറ് പക്ഷെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് മാറിയിട്ടുണ്ട് അല്ലെ. അത് അവിടെ കളർ മാറിയിട്ടില്ല, പക്ഷെ നമ്മള് ഇതിന്റെ കളർ മാറിയിട്ടുണ്ട്. ഫോർമാറ്റിന്റെ ഫോണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഇവിടെ നോക്കിയേ, കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ് കേട്ടോ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അത് എഡിറ്റ് ചെയ്തിട്ട് യെസ് അതും കൂടി നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കണേ. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ കേട്ടോ. PDF ഉണ്ടാവേ. യെസ്, അങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണെങ്കിൽ നമ്മൾ കൂട്ടിച്ചേർക്കാം. നമ്മൾ പരമാവധി റിസർച്ച് നമ്മൾ ചെയ്യും, പക്ഷെ അതിലില്ലാത്തൊക്കെ ഉണ്ടാവും കേട്ടോ. സ്പേസ് ബാർ, കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ് ക്ലിയർ ഫോർമാറ്റിംഗ്. അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് നോക്കി നോക്കാം. കൺട്രോൾ ഷിഫ്റ്റ് F. ഓക്കെ. കൺട്രോൾ ഷിഫ്റ്റ് F എന്തിനാണ്? കൺട്രോൾ ഷിഫ്റ്റ് F എന്തിനാണ് നോക്കിയാ നിങ്ങളെ. അതിന്റെ ഫോണ്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അത് ഞാൻ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഡയലോഗ് ബോക്സിൽ അങ്ങനെ വന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. സംശയങ്ങൾ ഉണ്ടാവരുതല്ലോ. പുതിയൊരു വേർഡ് ഫയൽ എടുക്കാം. ഓക്കെ. യെസ്, സൂം 100 കൺട്രോൾ ഷിഫ്റ്റ് F അല്ലേ. യെസ്, കൺട്രോൾ ഷിഫ്റ്റ് F അടിച്ചു കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങളെ. യെസ്, ഇതാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഫോണ്ടുകൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കൺട്രോൾ ഷിഫ്റ്റ് F അടിച്ചു കഴിഞ്ഞാൽ. ഇനി കൺട്രോൾ ഷിഫ്റ്റ് P അടിച്ചു കഴിഞ്ഞാലോ. യെസ്, ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നോക്കിക്കോ, കൺട്രോൾ ഷിഫ്റ്റ് F ആണെങ്കിൽ എവിടെയാണ് സെലക്ട് ചെയ്ത് നിൽക്കുന്നത് എന്ന് നോക്കിക്കോ കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് F അടിക്കുമ്പോ സെലക്ഷൻ എവിടെയാ വന്ന് നിൽക്കുന്നത് നോക്കിക്കോ കേട്ടോ. ഇവിടെയല്ലേ, ഫോണ്ടിലല്ലേ സെലക്ഷൻ വന്നിട്ടുള്ളത്, കാണുന്നുണ്ടോ? ഫോണ്ടിലല്ലേ സെലക്ഷൻ വന്നിട്ടുള്ളത്, കണ്ടോ? യെസ്, ഇനി ഞാനിത് ക്യാൻസൽ ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് P അടിക്കുമ്പോ നോക്കിക്കോ, കൺട്രോൾ ഷിഫ്റ്റ് P അടിക്കുമ്പോ യെസ്, ഇവിടെ സൈസിലല്ലേ സെലക്ഷൻ വന്നിട്ടുള്ളത്, കണ്ടോ? അപ്പോ ഫോണ്ടിലേക്ക് പോകാനാണ് കൺട്രോൾ ഷിഫ്റ്റ് F എങ്കില് കൺട്രോൾ ഷിഫ്റ്റ് P എന്ന് പറയുന്നത് സൈസിലേക്ക് പോകാനാണ്. മൈന്യൂട്ട് വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. കാണുമ്പോ ഇപ്പൊ ഞാനിപ്പോ കൺട്രോൾ ഷിഫ്റ്റ് F അടിക്കുമ്പോ കുറെ സാധനങ്ങൾ വന്നു. കൺട്രോൾ ഷിഫ്റ്റ് P അടിക്കുമ്പോ ഇത് ഏകദേശം ഒരേപോലെ ആണെന്ന് തോന്നും, പക്ഷേ സെലക്ഷൻ വ്യത്യാസമുണ്ട് കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് F ആണെങ്കിൽ നമ്മുടെ ഫോണ്ട് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ ഷിഫ്റ്റ് P ആണെങ്കിൽ കണ്ടോ നിങ്ങൾ, സൈസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് F പഠിച്ചു, കൺട്രോൾ ഷിഫ്റ്റ് P പഠിച്ചു. ഇനി യെസ്, നമ്മളൊരു ഇത് കോപ്പി ചെയ്തു. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഓരോന്ന് ഇത് ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ അതിനകത്ത് എന്തായിരുന്നു നോക്കണ്ടേ? സൈസ് നമുക്ക് കൂട്ടണം, കുറയ്ക്കണം, ഗ്രോ ചെയ്യണം, ശ്രിങ്ക് ചെയ്യണം, സൈസ് അല്ലെ. യെസ്, നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തു. ഒന്ന് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് അല്ലെ. കൺട്രോൾ ഷിഫ്റ്റ് നോക്കിക്കോ, ഞാൻ റൈറ്റ് ഷിഫ്റ്റ് കീ അടിക്കുകയാണേ. ക്ലി 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 ക്ലി, ഇത് വലുതായത് കണ്ടോ? ഇനി ഞാൻ നേരെ തിരിച്ചടിച്ചു കഴിഞ്ഞാലോ. യെസ്, ചെറുതായി. ഏത് ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തത്.
ഇത് കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റിന്റെ ആരോ മാർക്ക് ഇതാണ് ഞാനിപ്പോ ചെയ്തത്. ഇനി നമുക്ക് കൺട്രോൾ പ്ലസ് ബ്രാക്കറ്റ് ക്ലോസിംഗും കൂടി ഒന്ന് അടിച്ചു നോക്കാം. യെസ്, ഇല്ല കൺട്രോൾ മാത്രം. കൺട്രോൾ പ്ലസ് കണ്ടോ, യെസ്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നേരെ ഇപ്പുറത്തുള്ളത് സിമ്പിൾ അല്ലെ. അപ്പൊ അതാണ് ഗ്രോയിങ് ഓർ ഷ്രിങ്കിങ് ഓഫ് ടെക്സ്റ്റ്. ഗ്രോയിങ് ഓർ ഷ്രിങ്കിങ് ഓഫ് ടെക്സ്റ്റിന് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ മാർക്കും കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ മാർക്ക് കുറയ്ക്കാനും. ഇനി കൂട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ ക്ലോസിംഗ് പാരന്തസിസ്, പാരന്തസിസ് അല്ല സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി കൺട്രോൾ ലെഫ്റ്റ് പാരന്തസിസ് കേട്ടോ. ഇതാ എളുപ്പം. യെസ്, ഇതാണ് എളുപ്പം. ശരിയാണ്. യെസ്, ഇത് കൺട്രോളും ഷിഫ്റ്റും ഒക്കെ അടിക്കണം. രണ്ടെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഫോർമാറ്റിംഗ് ചെയ്തതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്തല്ലോ. ഇപ്പോ നമ്മൾ ഫോർമാറ്റ് ചെയ്തില്ലേ, കൺട്രോൾ സ്പേസ് ബാർ കേട്ടോ. കൺട്രോൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് എല്ലാം മാറിയിട്ട് ആദ്യം അത് ജനിച്ച പാടെ ആവും. ഓക്കെ, യെസ് കേട്ടോ. നമ്മൾ ഒരുപാട് എന്താ പറയാ കുറെ അധികം ആലങ്കാര പണികളൊക്കെ എടുത്ത് എന്താണ് ജനിച്ച പാടെ ആക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്പേസ് ബാർ എന്നോട് ചെയ്തത്. അപ്പൊ അതും സെറ്റ്. കൺട്രോൾ സ്പേസ് ബാർ അടിച്ച് എന്ത് ചെയ്തു, ജനിച്ച പാടെ ആക്കി. നമ്മളെ സെലക്ട് ചെയ്തിട്ട് സ്പേസ് ബാർ മാത്രം അടിച്ചാലോ? സെലക്ട് ചെയ്തു, യെസ്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഫോണ്ട് മാറ്റി, ഇതിന്റെ വലിപ്പം കൂട്ടി, എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചു. അത് മൊത്തത്തിൽ പോവല്ലേ ചെയ്യാം. സ്പേസ് അടിക്കുമ്പോൾ അത് ഇല്ലാതാവല്ലേ ചെയ്യാം. നമുക്ക് അതിന്റെ ഫോർമാറ്റിംഗ് ആണ് സ്പേസ് മാറ്റേണ്ടത്. അപ്പൊ കൺട്രോൾ സ്പേസ് ബാർ കേട്ടോ. ഗംഗ സെലക്ട് ചെയ്ത് ഞാൻ സ്പേസ് അടിച്ചപ്പോ കണ്ടോ പോയി. ഇപ്പോ ആകെ ഒരു സ്പേസ് മാത്രമായി മാറി അവിടെ കേട്ടോ. മനസ്സിലായില്ലേ? ഇത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് സ്പേസ് അടിച്ചാൽ യെസ്, എൻ്റർ ആയി പോയി. സെലക്ട് ചെയ്തു പറഞ്ഞു, ഗംഗ പറഞ്ഞ പോലെ ഞാൻ സ്പേസ് അടിച്ചു. എന്റെ ഒരൊറ്റ വിരലേ ഉള്ളൂ കേട്ടോ. നോക്കിയോ, സ്പേസ് അടിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്തു, ഫുള്ളായിട്ട് സ്പേസ് ആയി. ഓക്കെ, ഫുള്ള് ഡിലീറ്റ് ആവും. അത് ശരിയാണേ. യെസ്, ഇനി കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും പോകുന്നില്ല. അതിന്റെ ഫോർമാറ്റിംഗ് ആദ്യത്തെ പോലത്തേക്ക് മാറും കേട്ടോ. സെറ്റല്ലേ? ആണോ? നിങ്ങൾ പറയേ. യെസ്, അപ്പൊ ആ പേജ് നമ്മൾ പഠിച്ചു. പിന്നെ കൺട്രോൾ ബി, കൺട്രോൾ ഐ, കൺട്രോൾ യു അല്ലെ. സിമ്പിൾ. കൺട്രോൾ ബി ബോൾഡ് ആക്കി, കൺട്രോൾ ഐ ഇറ്റാലിക് ആക്കി, കൺട്രോൾ യു അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, യെസ്. അപ്പൊ അതും ഓക്കെ ആണ്. ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് ആദ്യത്തെ പോലെ തന്നെ ആക്കി. അപ്പൊ അതൊക്കെ ഈ പേജിലുള്ളതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ പേജിലുള്ളതൊക്കെ അല്ലേ? യെസ്. ഇനി അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ സ്ട്രൈക്ക് ത്രൂ എന്താണ്, നമ്മളെ സെലക്ട് ചെയ്തതിനെ എന്താണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൂടെ ഒരു വര വരും. സ്ട്രൈക്ക് ത്രൂ എന്താണ്? സ്ട്രൈക്ക് ത്രൂ. നമ്മളെ സെലക്ട് ചെയ്തു, ഒന്നും കൂടെ സ്ട്രൈക്ക് ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വര പോയി കേട്ടോ. ഓക്കെ, യെസ്. നോക്കിയേ നിങ്ങളെ, കൺട്രോൾ അല്ല ഇവിടെ സ്ട്രൈക്ക് ത്രൂക്ക് ഷോർട്ട് കീ ഉണ്ടോ? വരുന്നുണ്ട്. കൺട്രോൾ ഫോണ്ട് ഡയലോഗ് ബോക്സ് കൺട്രോൾ ഡി ആണ്, അത് വരുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പോ നമ്മളിത് സെലക്ട് ചെയ്തു. ഇവിടെ ഫോണ്ട് ഡയലോഗ് ബോക്സിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ അപ്പുറത്ത് വരുന്നുണ്ട്. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ 2 ടാബ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. കൺട്രോൾ ഡി അടിച്ചാലും മതി. ഇപ്പൊ ഞാൻ അത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് കൺട്രോൾ ഡി അടിക്കാത്തത് കേട്ടോ. കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന ഫോണ്ട് ഡയലോഗ് ബോക്സിലേക്ക് പോകും. കൺട്രോൾ ഡി കേട്ടോ. അപ്പുറത്തെ സ്ലൈഡിൽ ഉണ്ട് അത്. യെസ്. അപ്പൊ ഇതെന്താണ്, നമ്മുടെ ലൈൻ ഇതുപോലെ മിഡിൽ വരാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ. സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, യെസ്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്, സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും എത്ര തവണ PSC ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യും കണക്കൂല്ല. അത്രയും തവണ PSC ചോദിച്ചതാണ് ഈ പറയുന്ന പോലെ സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, സ്ട്രൈക്ക് ത്രൂ അല്ല, സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും. സബ്സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് എന്ത്, കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. ഓക്കെ, യെസ്. സബ്സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു. ഇവിടെ ഞാനൊന്ന് 2 നിട്ടു. എന്നിട്ട് 2 എടുത്തിട്ട് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ, അത് താഴേക്ക് വരുന്നത് കണ്ടോ? യെസ്. ഈ 2 ഞാൻ സെലക്ട് ചെയ്തു, കാണുന്നുണ്ടല്ലോ അല്ലെ? 2 സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ഞാൻ ഇട്ടു.
യെസ്, കൺട്രോൾ പ്ലസ് ഈക്വൽ ഇട്ടപ്പോ ആ 2 കണ്ടോ താഴെ, പണ്ട് H2O എന്നൊക്കെ എഴുതാറില്ലേ കെമിസ്ട്രി ഒക്കെ എഴുതുന്ന സമയത്ത്, അതുപോലെ താഴേക്ക് വന്നു. ഓക്കെ, ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടിട്ട് എന്താണ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? യെസ്, അതെ, കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു അടിക്കണം. അപ്പോ വെറും കൺട്രോൾ ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാല് അത് താഴേക്ക് വരും കേട്ടോ. വെറും കൺട്രോൾ ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാലേ അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ അത് നോട്ട് ചെയ്ത് വെക്കാം. കൺട്രോൾ ഷിഫ്റ്റ്, പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ പ്ലസ് അടിച്ചു കഴിഞ്ഞാലും ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാലും ഒരേപോലെയാണ്. കൺട്രോൾ ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് കീ അമർത്തി കഴിഞ്ഞാൽ ഈ പ്ലസിന്റെ മുകളിൽ തന്നെയാണ് ഈക്വൽ ടു ഉള്ളത്. അപ്പൊ പ്ലസ് അടിച്ചു കഴിഞ്ഞാലും ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഒരേ എഫക്റ്റ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്ലസും ഈക്വൽ ടും ഒരേ കീയിലാണ് ഉണ്ടാവുക. അപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചു, ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതാണെങ്കിലും നമുക്ക് എന്താണ് എഫക്റ്റ് ഒരേപോലെ. അവിടെ കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാലും കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് ആണ്, ഒരേ കീ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് കൊടുക്കാം, ഒരു പ്രശ്നമില്ല, രണ്ടും സെയിം എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് എന്താണ്, യെസ്, ഈ കാര്യങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഇനി ഓപ്ഷൻ ഫോർ ചേഞ്ചിങ് ദി കേസ് ഓഫ് ദി വേർഡ്. അപ്പൊ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് ഫോർ ചേഞ്ചിങ് ദി കേസ് ഓഫ് ദി വേർഡ്, അതായത് ക്യാപിറ്റൽ ലെറ്ററിലുള്ളത് സ്മോൾ ലെറ്റർ ആക്കുക, സ്മോൾ ലെറ്ററിലുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചേഞ്ചിങ് ദി കേസ് കേട്ടോ. ഇത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് എന്ത് ചെയ്തു, ആദ്യ രൂപത്തിലേക്ക് തന്നെ മാറ്റി. യെസ്, ഇനി നോക്കിയാൽ നിങ്ങൾ ഇത് അല്ലെ വേണ്ട, ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ നിങ്ങൾ, ഇന്ററാക്റ്റീവ്. ഇത് കൺട്രോൾ, ഇവിടെ കണ്ടോ നിങ്ങളെ, ഇത് കണ്ടോ, ചേഞ്ച് കേസ് ഓപ്ഷൻ ആണിത്. ഇതിലെ അപ്പർ കേസ്, ലോവർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. സെന്റൻസ് കേസ്. ഓക്കെ, യെസ്, ഇതിൽ എന്തൊക്കെയാ ഓപ്ഷൻ ഉള്ളത് അത് അവിടെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, എന്തൊക്കെയാണ് സെന്റൻസ് കേസ്, ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇതിൽ വെക്കാം കേട്ടോ, PDF വെക്കാം. PDF ഉണ്ടാവും കേട്ടോ, PDF ഈ ഒരു ഇത് ഉണ്ടാവും. സെന്റൻസ് കേസ് ഉണ്ട്, യെസ്, പിന്നെ ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഉണ്ട്, ടോഗിൾ കേസ് ഉണ്ട് കേട്ടോ. ഈ ഓപ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. യെസ്, ഓക്കെ. ഷിഫ്റ്റ് F3 അടിച്ചു കഴിഞ്ഞാൽ അത് ഓരോരോ കേസുകൾ മാറുന്നുണ്ട് കേട്ടോ. അതായത് സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, പിന്നെ ടോഗിൾ കേസ്, ഇങ്ങനെ കേസുകൾ മാറാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് F3 അടിച്ചാലും മതി കേട്ടോ. ഷിഫ്റ്റ് F3 അടിച്ചാലും മതി. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് എടുത്തിട്ട് ഏതാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ ചേഞ്ച് കേസ് ഷിഫ്റ്റ് F3 കൂടെ ഉണ്ട് എന്നുള്ളത് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ചേഞ്ച് കേസിനുള്ള ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് F3 കൂടെ ഉണ്ട്. ഷിഫ്റ്റ് F3, അത് ഓപ്ഷൻ സെലക്ട് ചെയ്യാനല്ല, ആ കേസസ് ഇങ്ങനെ മാറ്റാൻ വേണ്ടി. ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ, ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. യെസ്, അപ്പൊ ഇതില് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം, എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് അതിന്റെ ഷോർട്ട് കട്ട് കീ വെച്ചിട്ട് ഒന്നുകൂടി അസസ് ചെയ്യാം. ഓക്കെ, ഇവിടെ അസൈൻമെന്റ് എന്ന് എഴുതി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടെ വലുപ്പത്തിൽ അസൈൻമെന്റ് നോക്കിയേ നിങ്ങളെ. എന്നിട്ട് ഞാൻ ചേഞ്ച് കേസ് എടുത്തിട്ട് സെന്റൻസ് കേസ്, അത് ആ സെന്റൻസ് കേസിനനുസരിച്ച് വ്യത്യാസം നമുക്ക് വല്ലാണ്ട് കാര്യമായിട്ട് മനസ്സിലാവില്ല. ലോവർ കേസ്, ലോവർ കേസ് തന്നെയാണ് ഉള്ളത്, അതും വ്യത്യാസം മനസ്സിലാവില്ല. അപ്പർ കേസ് എടുക്കുന്നു, നോക്കിക്കോ. അപ്പർ കേസ് എടുക്കുമ്പോൾ കണ്ടോ നിങ്ങളെ, അതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. അപ്പർ കേസ് എടുക്കുന്ന സമയത്ത് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി, കണ്ടോ. യെസ്, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. അപ്പൊ നമ്മൾ ഒന്നിലധികം വേർഡ് സെലക്ട് ചെയ്യണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. യെസ്, ഓക്കെ. ഇത് ക്യാപിറ്റലിലേക്ക് മാറിയാൽ പിന്നെ നമ്മളെ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാലും കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാലും ഇതാവില്ല കേട്ടോ, ക്യാപിറ്റൽ മാറൂല. അത് ക്യാപിറ്റൽ ആയിട്ട് തന്നെയാണ് അതിന്റെ ഫോണ്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. യെസ്, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. യെസ്, അപ്പൊ നമ്മളെ
സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാനും ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. ചേഞ്ച് കേസ് എടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഒന്നിലധികം വേർഡ്സ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ചേഞ്ച് കേസ് എടുത്തു കഴിഞ്ഞാല് യെസ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഓക്കെ, യെസ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് അടിക്കുന്ന സമയത്ത് ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയി. നോക്കി, ഓ, ഓഫേഴ്സിന്റെ ഒ, ഇന്ററാക്റ്റീവിന്റെ ഐ, വീഡിയോയുടെ വി, ലെസന്റെ എല്, പ്രാക്ടീസിന്റെ പി. കണ്ടോ, ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കി. ഓക്കെ, ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കി കേട്ടോ. ഓക്കെ, യെസ് അമൃതയുടെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇപ്പൊ ചെയ്ത് കാണിച്ച് പറയാം കേട്ടോ. ഓക്കെ, F3 അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കേസിലേക്ക് മാറാൻ പറ്റൂല. അതെ, കാരണം ഈ ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നമ്മള് ഷിഫ്റ്റ് F3 അടിച്ചു കഴിഞ്ഞാൽ ഒരു വേർഡിന് മാത്രമേ ചേഞ്ച് വരുത്തുന്നുള്ളൂ. നമുക്ക് നോക്കാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, അപ്പൊ ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഇനി ടോഗിൾ കേസ് നിങ്ങൾ നോക്കിയേ. ടോഗിൾ കേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടോഗിൾ കേസ് എന്താണ്? യെസ്, നേരെ തിരിച്ചാക്കിപ്പോ എന്താണോ ഉള്ളത് അതിനെ നേരെ തിരിച്ചാക്കി. അതായത് ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഉള്ളത് സ്മോൾ ആക്കി, ബാക്കി എല്ലാം ക്യാപിറ്റൽ. ടോഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിക്കുക എന്നുള്ളതാണ് ടോഗിൾ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഒന്നും കൂടെ കൂട്ടിയിട്ട് ചെയ്ത് കാണിക്കാം അല്ലെ. യെസ്, ഓക്കെ, ഇതാദ്യം നമ്മൾ ഒന്നും കൂടെ ചെയ്യണേ. ഇതിപ്പോ ലോവർ കേസിൽ അല്ലെ. യെസ്, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, യെസ്, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ. ഓഫർ ഇന്ററാക്റ്റീവ് വീഡിയോ ലെസൺസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ലേ? യെസ്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ലോവർ കേസ് അപ്പർ കേസിലേക്ക് മാറ്റി, അത് വീണ്ടും ലോവർ കേസിലേക്ക് മാറ്റി. സെന്റൻസ് കേസ് പ്രത്യേകിച്ച് നമുക്ക് മാറ്റമൊന്നും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. വേറെ ഫോണ്ടിലൊക്കെ ആണെങ്കിൽ സെന്റൻസ് കേസിലേക്ക് മാറുമ്പോൾ തിരിച്ചറിയാം. ഇത് ഓൾറെഡി സെന്റൻസ് കേസിലാണ്. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കേട്ടോ. യെസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതിൽ ആദ്യത്തെ ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് എന്ത് ചെയ്യൂ, ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റി. അതാണത് കേട്ടോ. ഇനി നേരെ തിരിച്ച് ടോഗിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, അത് സെലക്ട് ചെയ്യണമായിരുന്നു. ടോഗിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങളെ, ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റർ ആക്കി, ബാക്കിയൊക്കെ ക്യാപിറ്റൽ ആക്കി. അതാണ് ടോഗിൾ കേസ് എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. യെസ്, ടോഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത് അതിന് നേരെ തിരിച്ചാക്കും. എങ്ങനെയാണോ ഉള്ളത് അതിനെ നേരെ തിരിച്ചാക്കും. ക്യാപിറ്റൽ ഉള്ളത് സ്മോൾ ആക്കും, സ്മോൾ ഉള്ളത് ക്യാപിറ്റൽ ആക്കും എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അതാണ് ടോഗിൾ കേസ്. കണ്ടോ നിങ്ങളെ, ഇത് അങ്ങോട്ടാക്കുമ്പോ അങ്ങനെയായി, ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെയായി. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഷിഫ്റ്റ് F3 അല്ലേ നിങ്ങൾ പറഞ്ഞേ. ഷിഫ്റ്റ് F3 അടിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ആവുന്നുണ്ട്, സ്മോൾ ലെറ്റർ ആവുന്നുണ്ട്, യെസ്, ഈച്ച് വേർഡ് ആവുന്നുണ്ട് കേട്ടോ. അതായത് സെന്റൻസ് കേസും ടോഗിൾ കേസും സെന്റൻസ് കേസും ഇതിൽ വരുന്നില്ല. F3 ഷിഫ്റ്റ് F3 എന്തില്ല, ടോഗിൾ കേസ് വരുന്നില്ല. സ്മോൾ ലെറ്ററും അതായത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡും ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോഗിൾ കേസിലേക്ക് വരുന്നില്ല. അതാണ് ഒരാൾ സംശയം ചോദിച്ചത് കേട്ടോ. നോക്കിയേ, നിങ്ങൾ ഷിഫ്റ്റ് F3 അടിക്കുന്ന സമയത്ത് നോക്കിയേ, ഷിഫ്റ്റ് F3 അടിക്കുന്ന സമയത്ത് നോക്കിക്കോ. ഷിഫ്റ്റ് F3 അടിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ആവുന്നുണ്ട്, സ്മോൾ ആവുന്നുണ്ട്. ഓക്കെ, യെസ്, ഈച്ച് ക്യാപിറ്റലൈസും ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ എന്തില്ല, പിന്നെയും ക്യാപിറ്റൽ തന്നെ ആവുന്നത്. 3 ഫോർമാറ്റിലേക്ക് മാറുന്നുള്ളൂ. ശ്രദ്ധിച്ചോട്ടോ, ഇത് ക്യാപിറ്റൽ, ഒന്നുകൂടി ഷിഫ്റ്റ് F3 അടിക്കുകയാണ്, സ്മോൾ ആയി. ഓക്കെ, പിന്നെ അടിക്കുന്ന സമയത്തോ ഈച്ച് ക്യാപിറ്റലൈസ് ആയി. അപ്പൊ 3 ഫോർമാറ്റിലേക്ക് ഷിഫ്റ്റ് F3 അടിക്കുമ്പോൾ മാറുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചേഞ്ച് കേസിന്റെ കംപ്ലീറ്റ് ഷോർട്ട് കീ ആണ് എന്ന് നമുക്ക് ഷിഫ്റ്റ് F3 പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. ക്യാപിറ്റൽ ആവും, സ്മോൾ ആവും, ഫസ്റ്റ് വേർഡിനെ ക്യാപിറ്റൽ ആക്കും. ഈ 3 ഓപ്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? അതെ, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ളതാണ് ടൈറ്റിൽ. നമ്മൾ ടൈറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഓരോ വേർഡിന്റെയും ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ. യെസ്, ഓക്കെ, യെസ്. സെന്റൻസ് കേസ്, ഇത് സെന്റൻസ് കേസിൽ ആയതുകൊണ്ട് സ്മോൾ ലെറ്റർ ആണോ എന്നുള്ളത് നമുക്കത്
കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് ഈ 3 ഓപ്ഷനിലേക്കാണ് മാറാൻ വേണ്ടി സാധിക്കുക. ലോവർ കേസ്, അപ്പർ കേസ്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കേട്ടോ. അപ്പൊ ഷിഫ്റ്റ് F3 ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്ന പോയിന്റും അവിടെ എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഷിഫ്റ്റ് F3. ഓക്കെ, യെസ്. അപ്പോ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ, ബോൾഡ് ചെയ്യാൻ കൺട്രോൾ ബി ആണ് അല്ലെ. ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? കൺട്രോൾ ഐ ആണ്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? കൺട്രോൾ യു ആണ്. സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഷോർട്ട് കട്ട് കീ? സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ്, സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ആണ്. സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു കൊടുക്കുക, അല്ലെങ്കിൽ പ്ലസും കൊടുക്കുക അല്ലെ. ഇനി ചേഞ്ച് കേസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിഫ്റ്റ് F3 ആണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഹൈലൈറ്റ് ദ സെലക്ടഡ് ഐറ്റം, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് ഇതാ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ യെസ്, ഇതെടുത്തിട്ട് നമുക്ക് ഇത് കളർ എന്ത് ചെയ്യാം, അത് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. യെസ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കളർ മാറുന്നത് അല്ലെ. ഇനി നേരെ മറിച്ച് ഇതെടുത്തിട്ട് ഇപ്പുറത്തത് ഈ എ എന്ന് പറയുന്ന ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ട്. യെസ്, ഒന്ന് അത് ഹൈലൈറ്റ് ചെയ്യുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കളർ പ്ലേസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ ആണ് ഇത് കേട്ടോ. ഇത് ഹൈലൈറ്റർ ആണ് കേട്ടോ. യെസ്, ഈ പെന്നിന്റെ ചിത്രമുള്ളത്, പെൻസിലിന്റെ ചിത്രമുള്ളത് ടെക്സ്റ്റ് ഹൈലൈറ്റർ ആണ്. ഇത് ഫോണ്ട് കളർ ചേഞ്ച് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, ക്യാപിറ്റലും സ്മോളും ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ലോവർ കേസ് ടു അപ്പർ കേസ്, അപ്പർ കേസ് ടു ലോവർ കേസ് കൺട്രോൾ എ അടിച്ചാലും മതി. അത് ചേഞ്ച് കേസ് മൊത്തത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഏത് ഷിഫ്റ്റ് F3 പറഞ്ഞത്. ലോവർ കേസ്, അപ്പർ കേസ്, ഈച്ച് ക്യാപിറ്റലൈസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് F3 ആണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇതിപ്പോ നമ്മൾ ഫോണിന്റെ ഡയലോഗ് ബോക്സിലുള്ള ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയല്ലേ. ഇതൊന്നും അല്ലാത്ത കുറേ ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതിലൊന്നാണ് എന്ത്, കൺട്രോൾ ഷിഫ്റ്റ് എ കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാല് എന്തായി, സെലക്ട് ചെയ്തത് ക്യാപിറ്റലായി. ഒന്നും കൂടി കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാലോ അത് സ്മോൾ ആയി. അപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസും സ്മോൾ ലെറ്ററിലേക്കും മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് കേട്ടോ. യെസ്, ഓക്കെ, അത് തന്നെ അടിച്ചാൽ മതി കേട്ടോ. ക്യാപിറ്റൽ കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആക്കാം, സ്മോൾ ആക്കാം, ക്യാപിറ്റൽ ആക്കാം, സ്മോൾ ആക്കാം, ക്യാപിറ്റൽ ആക്കാം, സ്മോൾ ആക്കാം. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഷഹീന എന്താ ഒന്നും കൂടെ പറയാൻ ചോദിച്ചത്? ഈ ഹൈലൈറ്റർ ആണോ, അതായത് ഹൈലൈറ്ററിന്റെ കേസ് ആണോ, ഏതാ ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചത്? യെസ്, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ആണ് അടിക്കുന്നതെങ്കിൽ ഹൈലൈറ്റർ ആണ്, ബാക്ക്ഗ്രൗണ്ടിലാണ് കളർ മാറുന്നത്. ഓക്കെ, ഇനി നമ്മള് ഇപ്പുറത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് കളർ ആണ് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ അതിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ച സംശയമാണ്, യെസ്, കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആക്കാം, സ്മോൾ ആക്കാം, ക്യാപിറ്റൽ ആക്കാം, സ്മോൾ ആക്കാം കേട്ടോ. ചേഞ്ചിങ് കേസ് അത് ക്യാപിറ്റൽ ടു സ്മോളും സ്മോൾ ടു ക്യാപിറ്റലും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡും എല്ലാം വരുന്നതാണ് ഷിഫ്റ്റ് F3 എന്ന പോയിന്റും ഓർത്തു വെക്കാം. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ഞാൻ കുറച്ചും കൂടെ എടുക്കണം വിചാരിച്ചിരുന്നു. സാറ് ക്ലിപ്പ് ബോർഡ്, ഡയലോഗ് ബോക്സ്, ലോഞ്ചർ എടുത്താൽ എന്താവും? അതിനുള്ളിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഏതൊക്കെയാണ് നമ്മൾ ക്ലിപ്പ് ബോർഡ് എടുത്തത് എന്നുള്ളത് അവിടെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തത് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഒക്കെ ആയിരുന്നു. അത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ലോഞ്ചർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ ഇനിയും ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ട്. ഇതിലൊക്കെ ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ട്. യെസ്, പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മളെ എവിടെ തുടങ്ങണം? എന്താണ് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ളത് അത് നമ്മുടെ സ്ക്രീൻഷോട്ടിൽ ഉണ്ടാവും, PPT-യിൽ ഉണ്ടാവും കേട്ടോ. പേസ്റ്റ് സ്പെഷ്യലി ഇതല്ലേ ഉദ്ദേശിച്ചത്, PPT-യിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ളത് കൺട്രോൾ ഷിഫ്റ്റ് എഫ് ആണ്. ഇനി കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞതെല്ലാം ഒന്നും കൂടി നമ്മളൊന്ന് റിവിഷൻ ചെയ്യണേ കേട്ടോ. തുടക്കക്കാരായ ആളുകൾ, ആദ്യമായി പഠിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, കുറെ ഓപ്ഷൻസ് വന്നപ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ചീള് കേസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മിഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാല് ഡയലോഗ് ബോക്സിനെ ടോട്ടലി വിളിക്കുന്ന പേരാണ് ഫോണ്ട്. ഡയലോഗ് ബോക്സിനെ ടോട്ടലി ഉള്ള ഷോർട്ട്കട്ട് കീ ആണ് കൺട്രോൾ ഡി. നമ്മളെ സ്ലൈഡിൽ അടുത്ത ക്ലാസ്സിൽ മീൻസ് ഇതിന്റെ ബാക്കിയായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാണ്. യെസ്, അപ്പൊ അത് ഇതാ കൺട്രോൾ ഡയലോഗ് ബോക്സ്, ഫോണ്ട് ഡയലോഗ് ബോക്സ് ലോഞ്ചർ, ഇതിനകത്തുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പൊ നമ്മള് എന്തൊക്കെയാ പറഞ്ഞേ? യെസ്, ആദ്യം പറഞ്ഞത് മുതൽ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം. ഫോൺ ഡയലോഗ് ബോക്സ് മാത്രമല്ല, മൊത്തത്തിൽ ഒന്ന് റിവിഷൻ ചെയ്യാമേ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഹോം ടാബ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? കമന്റ് ബോക്സ് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഹോം ടാബിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലെ. ക്ലിപ്ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്. യെസ്, അതിലെ ക്ലിപ്ബോർഡിൽ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ ക്ലിപ്ബോർഡിൽ നമ്മൾ പഠിച്ചു? കട്ട് കൺട്രോൾ എക്സ് ആണ്, റിമൂവ് ചെയ്യലാണ്. കൺട്രോൾ എക്സിന് പകരമായിട്ടുള്ളതാണ് ഷിഫ്റ്റ് ഡിലീറ്റ് അല്ലെ. യെസ്, ഇനി കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കോപ്പി എടുക്കുന്ന മാത്രമേ ഉള്ളൂ, കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സി ആണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചില്ലേ? യെസ്, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? പേസ്റ്റ് നോർമലി പേസ്റ്റ് ചെയ്യുന്നത് കൺട്രോൾ വി ആണ്. അതിന് തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഷിഫ്റ്റ് ഇൻസേർട്ട്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഷിഫ്റ്റ് ഇൻസേർട്ട്. പിന്നെ പേസ്റ്റ് സ്പെഷ്യൽ നമ്മൾ പഠിച്ചു അല്ലെ. നമ്മളെ പേസ്റ്റ് ചെയ്യേണ്ട ഡാറ്റയുടെ ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ അൺഫോർമാറ്റോ പിക്ചറോ ഫോർമാറ്റഡോ എന്നുള്ള രൂപത്തിൽ നമുക്കൊരു കൺട്രോൾ കിട്ടും. അതാണ് പേസ്റ്റ് സ്പെഷ്യൽ. ആൾട്ട് കൺട്രോൾ വി ആണ് അതിന്റെ ഷോർട്ട്കട്ട് കീ. എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും ഓപ്ഷൻസ് ആണ് ബൈ ഡീഫോൾട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മളെ പഠിച്ചു ഫോർമാറ്റ് പെയിന്റർ. എന്തായിരുന്നു ഫോർമാറ്റ് പെയിന്റർ? കറന്റ്ലി സെലക്ട് ചെയ്ത ഫോണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഷോർട്ട്കട്ട് കീ ഏതാണെന്ന് പഠിച്ചു. ആൾട്ട് കൺട്രോൾ സി കോപ്പി ചെയ്യാനും ആൾട്ട് കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാനുമാണ് എന്ന് നമ്മൾ പഠിച്ചു. അതല്ലെങ്കിൽ അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. ഒരു പെയിന്റ് ബ്രഷിന്റെ സിമ്പിൾ വരും. ആ പെയിന്റ് ബ്രഷിന്റെ സിമ്പിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് കീ പ്രസ് ചെയ്യാം? എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. അതൊക്കെ വിശദമായിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് പഠിച്ചു. പിന്നീട് നമ്മൾ ഫോണ്ട് ഗ്രൂപ്പിലേക്ക് വന്നു. ഫോണ്ട് ഗ്രൂപ്പേ ഡിസ്കസ് ചെയ്തുള്ളൂ. ഫോണ്ട് ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഡിസ്കസ് ചെയ്തിട്ടില്ല. നാളെ ഡിസ്കസ് ചെയ്യുള്ളൂ. അതിനകത്ത് ഇത് കേട്ടോ. യെസ്, ഇവിടെ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്തുള്ളത് മാത്രമേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലും ഇനി ഡബിൾ അണ്ടർലൈനും ട്രിപ്പിൾ അണ്ടർലൈനും ഡോട്ടർ ലൈനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഐനോ യെസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഫോണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എഫ് ഉണ്ട്. പിന്നെ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പി ഉണ്ട്. സൈസ് ഗ്രോ ചെയ്യാൻ വേണ്ടിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ മാർക്ക് അടിക്കാം, അല്ലെങ്കിൽ കൺട്രോള് റൈറ്റ് ബ്രാക്കറ്റ് എടുക്കാം. ഇനി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമ്മൾ ചെയ്തതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ബി, ഇറ്റാലിക് ആക്കാൻ വേണ്ടി കൺട്രോൾ ഐ, അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ യു. ഇതൊക്കെ അതിനകത്തുള്ള ഗ്രൂപ്പിലുള്ളതിന്റെ ഓപ്ഷൻസ്, അതിനുള്ള ഷോർട്ട് കട്ട് കീസ് നമ്മൾ പഠിച്ചു. സിമ്പിൾ ആണ്, ഇതെല്ലാം നമ്മൾ ചെയ്ത് മനസ്സിലാക്കി. പിന്നെ സ്ട്രൈക്ക് ത്രൂക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ടെങ്കിൽ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. യെസ്, ഓക്കെ. സ്ട്രൈക്ക് ത്രൂ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. ഞാൻ നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇനി സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു, സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ടു ഓർ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് പിന്നെ പ്ലസ് കേട്ടോ. ഇനി കേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് F3 ഉണ്ട്. ഇനി ക്യാപിറ്റലും സ്മോളും മാത്രമാക്കാനാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ചാലും മതി. അതും നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് എന്താണ് സ്മോൾ ലെറ്ററും കിട്ടും, ക്യാപിറ്റൽ ലെറ്ററും കിട്ടും, ഫസ്റ്റ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡും കിട്ടും. ഈ 3 ഓപ്ഷനെ അതിനകത്ത് കിട്ടുള്ളൂ അല്ലെ. ടോഗിൾ കേസ് ഒന്നും കിട്ടൂല എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് യെല്ലോ കളർ ആയിരിക്കും എന്ന് നോട്ട് ചെയ്തു കേട്ടോ. നമുക്ക് കളർ മാറ്റാം, പക്ഷെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ യെല്ലോ കളർ ആയിരിക്കും വരിക എന്ന പോയിന്റ് കൂടി അവിടെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് നോക്കാം. നോക്കിയാൽ ഞാൻ ഇതിങ്ങനെ സെലക്ട് ചെയ്തു, ഞാൻ ഒന്നും ചെയ്തില്ല, ഹൈലൈറ്റർ എടുത്തു കഴിഞ്ഞാൽ യെല്ലോ ആണ് വരിക. ഇത് എനിക്ക് മാറ്റാൻ പറ്റും, ഇവിടെ പോയിട്ട് മാറ്റാം, പക്ഷേ ബൈ ഡിഫോൾട്ട് എന്താണ്, അത് യെല്ലോ കളറിലായിരിക്കും വരുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ.
യെസ്, ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഫോണിന്റെ ഡയലോഗ് ബോക്സും കാര്യങ്ങളും അടുത്ത ക്ലാസ്. ഈ ആ സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, യെസ്, നന്നായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവാം കേട്ടോ. ഹൈക്കോർട്ടൊക്കെ അപ്ലൈ ചെയ്ത ആളുകളെ, യെസ്, ഹൈക്കോർട്ടൊക്കെ അപ്ലൈ ചെയ്ത ആളുകളെ ആരെങ്കിലൊക്കെ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ 2ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ഈ ആഴ്ച വരെ എടുക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സി യു, ബൈ.